ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഏറെക്കാലത്തെ ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങളിലൂടെ ഉചിതമായ ഒരു ന്യായം നമ്മൾ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദീർഘകാലമായ നിയമ പോരാട്ടമാണോ രാമജന്മഭൂമിക്ക് വേണ്ടി ഇവിടെ നടന്നിട്ടുള്ളത്? എല്ലാ ഘട്ടത്തിലും ക്രിമിനൽ കുറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള എത്രയെത്ര സംഭവങ്ങൾ രാമജന്മഭൂമിയുമായും ബന്ധപ്പെട്ട് നടന്നില്ല. 49-ൽ, അതെ, 84-ൽ, അതെ, 89-ൽ, 92-ൽ, അതെ. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പലതരത്തിലുള്ള അട്ടിമറികളിലൂടെ ആയിരക്കണക്കിന് ആളുകളെ ബലി കൊടുത്തുകൊണ്ട് രക്തസാക്ഷികളാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് മറച്ചു വെക്കുന്ന ഒരു പ്രസ്താവം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുകയാണ്. നമ്മൾ നിയമപോരാട്ടത്തിലൂടെ ഇതാ നേടിയെടുത്തിരിക്കുന്നു. അതൊരു അതായത് ഈ ഈ ബാബറി പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഒരു നിയമസാധുതയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് നമ്മൾ നേടിയെടുത്തിരിക്കുന്നു. അതിന് ഊഞ്ച ന്യായാലയം അല്ലേ, എന്താ വെച്ചാൽ സുപ്രീം കോടതി, ഏറ്റവും ഉന്നതമായ നീതിപീഠത്തിനെ അദ്ദേഹം അഭിനന്ദിക്കുകകൂടി ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സുപ്രീം കോടതി അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചതിന്. എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് പോകുന്നത് എന്ന് നോക്കൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് ഇന്ത്യയുടെ ഒരു ഉത്സവമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഇതിൽ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇന്ത്യയിലെ മുഴുവൻ ജനതയും ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ സംസ്കാരം ഇതാ അവസ്ഥാനം വിജയിച്ചിരിക്കുന്നുവെന്നും വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും പറയുമ്പോൾ എത്ര പേരാണ് ഇതിൻ്റെ പങ്കുപറ്റുന്നത്, എത്ര പേരാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്? അതെല്ലാം മറച്ചു വയ്ക്കപ്പെട്ടിട്ട് ഇതൊരു ദേശീയോത്സവമാണെന്നും ഇതൊരു ദേശീയ വികാരമാണെന്നും എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇതാ അവസാനം ഇന്ത്യയിലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അവസാനം ഇതാ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പേരാണ് ഇന്ത്യയിൽ ഇതിൽ ആഹ്ലാദിക്കുന്നവർ? എന്താണ് യഥാർത്ഥത്തിൽ നോക്കൂ, ഒരു കണക്ക് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിച്ചേക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടെന്ന് പറയുന്നത്, വോട്ട് ശതമാനം എന്ന് പറയുന്നത് 37%. 37% എന്ന് പറയുമ്പോൾ 63% ആളുകൾ BJPയുടെ അജണ്ടയിൽ വിശ്വസിക്കുന്നില്ല. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ട് കാലമായിട്ടൊരു ഒറ്റ അജണ്ട അവർക്കുള്ളൂ. അത് രാമജന്മഭൂമിയും അവരുടെ ബിംബം എന്ന് പറയുന്നത് ശ്രീരാമനുമാണ്. അതിനെ ഈ 4.5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചിട്ടും ഈ 63 പേരെ ആ ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ 84. ഇനി അത് മാത്രവുമല്ല, ഇന്ത്യയിൽ ഏറ്റവും വലിയ സമുദായം ഹിന്ദുക്കളാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. 79.8% ഇന്ത്യയിൽ ഹിന്ദുക്കൾ. 80 വെച്ചോ. ഈ 80ൻ്റെ കണക്കെടുത്താൽ ഈ 80-ൽ 37 പേരാണ് BJPയുടെ ഈ വിശ്വാസത്തെ അംഗീകരിക്കുന്നത്. ബാക്കി 43 പേർ അംഗീകരിക്കുന്നില്ല. ആ 43 പേരും ഞാൻ നേരത്തെ പറഞ്ഞ 20% മറ്റു മതസ്ഥരും കൂടി എടുക്കുമ്പോൾ 63 പേരുടെ ഉത്സവമല്ല ഇത്. എന്നിട്ട് കൂടിയും ഇത് ഇന്ത്യയുടെ ഉത്സവമാണ്, ഇന്ത്യയുടെ വികാരമാണ് എന്ന് പറയുമ്പോൾ വളരെ കപടമായൊരു രാഷ്ട്രീയവും കപടമായൊരു പൊതുബോധവും സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കാര്യങ്ങൾ വൈകുന്നതിൽ പ്രഭു ശ്രീരാമനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ വൈകിപ്പോയി, ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ക്ഷമ ചോദിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ചെയ്തതിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ, തപസ്യയിൽ കുറവ് വന്നിരിക്കും. അതായത് വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റുകയാണെങ്കിൽ, ഇപ്പൊ ഈ ശബരിമലയിലൊക്കെ പോകുന്നവർ പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്, ചിലപ്പോൾ അറിയാതെയൊക്കെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാവാം ഈ വ്രതത്തിന്റെ കാലഘട്ടത്തിൽ. അതിനോടൊപ്പം ഇത്രയും കാലം താമസിച്ചാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞത്, അതിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ആ കുറവ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാമൻ ക്ഷമിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇതാണ് സ്ത്രീകളോട് ഇതുവരെ മാപ്പ് പറഞ്ഞു. ഇല്ല, രാമൻ ക്ഷമിക്കുമെന്ന് ഉറപ്പുണ്ട്. മാത്രമല്ല, ഈ കോടതിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, കോടതിയോട് നന്ദി പറയുന്നുണ്ടല്ലോ. കോടതിയോട് നന്ദി പറയുമ്പോൾ കോടതി അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കണം. അവിടെ ഒരു പള്ളി പണിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ എന്തായി? അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത്? ഈ ധാനിപ്പൂരിൽ 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ട്രസ്റ്റിനാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. 2019 വിധി വന്ന ശേഷം 2020 15 അംഗങ്ങളോട് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 300 കോടിയാണ് ഈ പള്ളി പണിയാൻ പണം കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ പിരിച്ചു കിട്ടിയത് വെറും 44 ലക്ഷം രൂപയാണ്. ഇനിയും വർഷങ്ങളെടുക്കും പള്ളി പണിയാൻ. അപ്പോൾ ഈ ക്ഷേത്രം പണിഞ്ഞതുപോലെ ട്രസ്റ്റ് മാത്രമല്ലല്ലോ അതിൽ പണം ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുമോ? ഇപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ആ പള്ളിയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. കോടതി പറഞ്ഞ ഈ കാര്യത്തിൽ എന്താണ് തീരുമാനം? കൂട്ടിച്ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാനില്ല. ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താമെന്ന്. Meet the editors.